മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനമായി മാറിയ നടനാണ് മോഹൻലാൽ. ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് മലയാളിൽ വിളിക്കുന്ന താരം എന്നും പുതുമയുള്ള അഭിനയഭാവവും കഥാപാത്രങ്ങളുമായിട്ടാണ് പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളത്. ചെയ്തു വെച്ച ഏത് കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിലും ആ കഥാപാത്രത്തിലുള്ള പൂർണ്ണമായി നീതി പുലർത്തി അഭിനയിക്കുന്ന അപൂർവ താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം. ചെറിയ നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും ആ കഥാപാത്രത്തിന്റെ ഒരു നേർപ്പകർപ്പായിരുന്നു മോഹൻലാൽ നമുക്ക് നൽകിയത്. ഇപ്പോഴിതാ സംവിധായകൻ ജിത്തു അദ്ദേഹത്തെക്കുറിച്ചുള്ള പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. "ഞാൻ ഞെട്ടിപ്പോയൊരു ഷോട്ട് ദൃശ്യത്തിലുണ്ട്. അതായത് പോലീസ് ജോർജ് കുട്ടിയുടെ വീട്ടിൽ വന്ന് എൻക്വയറിയുടെ ഭാഗമായി ചോദിക്കുമ്പോൾ ഡെസ്പറേഷനിൽ റാണി കയറി പറയും, "അതല്ലേ അതിന് 2-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ" എന്ന്. അപ്പോൾ ആ സമയത്ത് ഒരു പിടപ്പുണ്ട് ജോർജ് കുട്ടി ഉണ്ടാക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റിൽ ഒരു റിയാക്ഷൻ എനിക്ക് അറിയാതെ ഇതായിരുന്നു. പക്ഷേ അതെനിക്ക് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടി. ഒരു ഞെട്ടലോ ഒന്നുമില്ല അവിടെ നടക്കുന്നത്. ഉള്ളിൽ പിടയുന്ന ഒരു ബോഡി ലാംഗ്വേജോടെ ഫേസിൽ വരികയാണ്. ആ ഒരൊറ്റ റിയാക്ഷൻ തന്നെയാണ് ഗംഭീരം തന്നാണ് ജിത്തു പറയുന്നു. ദൃശ്യം ആദ്യം കണ്ടപ്പോൾ ഇത്രയും മൈന്യൂട്ടായ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ഓരോ തവണയും കാണുമ്പോൾ മോഹൻലാൽ എന്ന നടൻ ജോർജ് കുട്ടിക്ക് ചെറിയ രീതിയിൽ പോലും ഓരോ സീനിലും കൊടുത്തിരിക്കുന്ന ആക്ടിംഗ് പെർഫെക്ഷൻ അതിഗംഭീരമാണ്. കൂടാതെ ഈ ഒരു സീൻ മോഹൻലാൽ ചെയ്ത പോലെ മറ്റാരും ചെയ്തിട്ടില്ലെന്നും ദൃശ്യം എന്ന സിനിമയുടെ ക്രെഡിറ്റ് ജിത്തു ജോസഫിന് കൊടുക്കുമ്പോൾ തന്നെ മോഹൻലാൽ എന്ന നടൻ ചെയ്തുകൊണ്ട് മാത്രം ഈസിയായി തോന്നിയതാണെന്നും കഥാപാത്രമാണ് ജോർജ് കുട്ടിയെന്നും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അല്ലെങ്കിലും മോഹൻലാലിന്റെ കയ്യിൽ കിട്ടിയാൽ ജിത്തു ഏതെങ്കിലുമൊക്കെ ആക്ടീവ് മൊമെന്റ് തരാറുണ്ട്. അത് ദൃശ്യം 2-ലും ഉണ്ട്. വരുണനെ പോലും പോലീസ് സ്റ്റേഷന് അടിയിലാണോ കുഴിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ ജോർജ് കുട്ടി ഞെട്ടൽ അടക്കിപ്പിടിച്ച് പിടയുന്നതും നിസ്സഹായതയുടെ ഭാര്യയും മക്കളെയും നോക്കുന്നതുമായ സീൻ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞതാണെന്ന് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു.